ഈ റൗട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് കണക്ട് ആവുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. നമുക്ക് API ടെസ്റ്റ് ചെയ്യണം അല്ലേ. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ അടുത്ത വർക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ മോഡ്യൂൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. module.exports ആപ്പ്. ഇവിടെ കാരണം ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. എക്സ്പ്രസ് റൗട്ടർ വെച്ചിട്ട് ഈ റൗട്ടറാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. module.exports ആപ്പ്. നിങ്ങൾ ഓത്ത് മിഡിൽ വെയറും ഓത്ത് റൗട്ടും നമ്മൾ തിരിഞ്ഞു പോകരുത്. ഓത്ത് മിഡിൽ വെയർ എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ, റിക്വസ്റ്റിനെയും റെസ്പോൺസിനെയും ഇന്റർസെപ്റ്റ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഓത്തന്റിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മിഡിൽ വെയർ യൂസ് ചെയ്യുന്നത്. റൗട്ട് എന്ന് പറഞ്ഞാൽ റീഡയറക്റ്റ് ചെയ്യുക. ഓരോ പാത്തിലേക്ക് നമുക്ക് ഇപ്പോൾ ഈ ലോഗിൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള പാത്തുകളിലേക്കൊക്കെ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗട്ട്സ് യൂസ് ചെയ്യുന്നത്. ഈ റൗട്ട് ക്രിയേറ്റ് ചെയ്തു. ഈ ക്രിയേറ്റ് ചെയ്ത റൗട്ടിനെ നമുക്ക് app.jsൽ ഇതിനെ കിട്ടണം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ ഒരു റൗട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതായത് ഒരു പാത്തും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഇങ്ങോട്ട് റീഡയറക്റ്റ് ആവും. യു ആർ നോട്ട് ഓത്തറൈസ്ഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. നമുക്ക് വേണ്ടത് ലോഗിനോ രജിസ്റ്ററോ ആണെങ്കിൽ ഓത്ത് റൗട്ടിലേക്ക് പോയിട്ട് അതിനായിട്ടുള്ള രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ലോഗിനോ ചെയ്യണം അല്ലേ. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓത്ത് റൗട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓത്ത് റൗട്ട് എന്ന് കൊടുക്കാം. റിക്വയർ ഈ app.js എന്ന് പറയുന്നത് നടക്കുന്ന റൂട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടുന്ന് റൗട്ട്സിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് ചുമ്മാ ./ കൊടുത്താൽ മതി. ഡബിൾ ഡോട്ട് കൊടുത്ത് ബാക്കിലോട്ട് പോകേണ്ട കാര്യമില്ല. ഇവിടെ കൺട്രോൾ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും റൗട്ട്സ്. ഓക്കെ, റൗട്ട്സിൻ്റെ അകത്ത് എന്താണ് ഓത്ത് റൗട്ട് നമ്മൾ എടുത്തു. ഇനി ഇതിനെ യൂസ് ചെയ്യാനായിട്ട് ഇതെന്ന് പറയുന്നത് ഡിഫോൾട്ടാണ്. അതായത് വേറെ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് പോകുന്നതാണ് ഈ ഒരു റൗട്ടിലേക്ക്. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇപ്പം പറഞ്ഞേക്കുന്ന ഓത്ത് റൗട്ട് നമുക്ക് കൊടുക്കാം. അതിനായിട്ട് app.use കൊടുക്കുക. ഗെറ്റും പോസ്റ്റും ഒന്നുമല്ല. യൂസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാത്തിനോട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഗെറ്റ് ആയാലും പോസ്റ്റ് ആയാലും എന്തായാലും ഇങ്ങനെയാണ് URL എങ്കിൽ ഓട്ടോമാറ്റിക് ഈ റൗട്ടിലേക്ക് കയറി പോകും. സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമുക്ക് നോർമലായിട്ട് API റൂട്ട് കൊടുക്കുന്നത് API/v1 അല്ലെങ്കിൽ v2 ഏതാണ് വേർഷൻ, ആ വേർഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. API/ നമ്മുടെ ഫസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് v1 എന്ന് കൊടുക്കുന്നു. API/v1/auth എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേന് റീഡയറക്റ്റ് ആവേണ്ടത് ഓത്ത് റൗട്ടിലേക്കാണ്. നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന ഓത്ത് റൗട്ട്. അപ്പോൾ ഓത്ത് റൗട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് റീഡയറക്റ്റായി ആ ഒരു പേജിലേക്ക് പോകും. API/v1/auth/ നമ്മുടെ രജിസ്റ്ററോ അല്ലെങ്കിൽ ലോഗിനോ ആണെങ്കിൽ ഇതിലേതെങ്കിലും റൗട്ടിലേക്ക് പോകും. ഞാൻ ഇത് സേവ് ചെയ്തു. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. npm run dev. വീണ്ടും നമ്മൾ പഴയ മിസ്റ്റേക്ക് ചെയ്തേക്കാണ്. നമ്മൾ ബാക്ക് എൻഡ് ഫോൾഡറിലേക്ക് കയറിയിട്ട് വേണം npm run dev ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ നോട്ട്മെൻ സ്റ്റാർട്ടായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റൗട്ടും ഈ റൗട്ടിൻ്റെ അകത്തുള്ള കണ്ടീഷൻസും ഒക്കെ കൊടുത്തു. നമ്മൾ ലോഗിൻ രജിസ്ട്രേഷനുള്ള APIs ഒക്കെ എഴുതി വെച്ചു. പക്ഷേ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെസ്റ്റിംഗ് ടൂൾ വേണം. അതിനായിട്ട് SOAP UI ക്ലയൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റ്മാൻ VS കോഡിൻ്റെ തന്നെ എക്സ്റ്റൻഷൻ ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് പോസ്റ്റ്മാൻ തൽക്കാലം ചെയ്യാം. പോസ്റ്റ്മാൻ ഡയറക്റ്റ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് പോസ്റ്റ്മാൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ്മാൻ്റെ ഡൗൺലോഡ് പേജിലേക്ക് പോകും. അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ്മാൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. Windows 64 നമ്മുടെ OS ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങനെ ഇൻ്റർഫേസ് കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ കോഡിനകത്ത് നമ്മൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, API ടെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ APIs രണ്ടും പോസ്റ്റാണ് അല്ലേ. പോസ്റ്റ് ആയത് കാരണം ഇവിടെ വന്നിട്ട് ഇവിടെ പോസ്റ്റ് സെലക്ട് ചെയ്യും. പിന്നെ നമ്മുടെ URL എന്ത് വരുന്നു, ബൈ ഡിഫോൾട്ട് നമ്മുടെ 5000 ആണ് URL. അപ്പം ലോക്കൽ ഹോസ്റ്റ് 5000 എന്നുള്ളതാണ് നമ്മുടെ URLൻ്റെ ബേസ്. ലോക്കൽ ഹോസ്റ്റ് 5000. പിന്നെ വന്നിട്ട് കൊടുത്തേക്കുന്ന പാത്ത് API/v1/auth. പിന്നെ നമുക്ക് വേണ്ടത് അതായത് ലോഗിനാണ് രജിസ്റ്റർ ആണെന്നുള്ളത്. നമ്മളിപ്പോൾ രജിസ്റ്റർ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ URL എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ് 5000 API/v1 എന്ന് വരെ കിട്ടും. ഇത്ര മണി ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. /auth/register കൊടുത്ത് രജിസ്ട്രേഷനാണ്. നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്ത് നോക്കാം. റണ്ണിങ് ആണ്. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇമെയിൽ ഓൾറെഡി ആക്സസ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു യൂസർ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പുതിയൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാം. ഫുൾ നെയിം, ഇമെയിൽ, പാസ്വേഡ് ഇത് മൂന്നുമാണ് അവിടെ വേണ്ടിയിരുന്നത് അല്ലേ, രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. ഫുൾ നെയിം, ഇമെയിൽ, പാസ്വേഡ് സെൻഡ് ചെയ്യുന്നു. യൂസർ രജിസ്റ്റർ ആയി 200 OK കിട്ടി. അതേപോലെ നമുക്കൊരു ടോക്കണും കിട്ടി. ഈ ടോക്കൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നീടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ടോക്കൺ ആവശ്യമില്ല, എന്നാലും പിന്നീട് നമ്മൾ ഈ ടോക്കൺ വെച്ചിട്ടായിരിക്കും ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂസർ നെയിം, പാസ്വേഡ് അല്ലെങ്കിൽ ഇമെയിലും പാസ്വേഡും വെച്ച് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മളിവിടെ jobsy1@gmail.com 2 ആണല്ലേ, 2@gmail.com കൊടുക്കുന്നു. 1 2 3 4 5 6 ആണ് നമ്മുടെ ഇവിടുത്തെ പാസ്വേഡ്. ആ സെയിം പാസ്വേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മുടെ 2 റൗട്ടും വർക്ക് ആവുന്നുണ്ടോ? ഉണ്ട്. ലോഗിനും സക്സസ്ഫുൾ ആയി. നമ്മുടെ 2 റൗട്ടും വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം.